ശരണ്യായിട്ടുള്ള പരിചയം നേരത്തെ ഉണ്ടായിരുന്നോ? അതോ ഇല്ല. ഇതുമായിട്ട് സംബന്ധിച്ച് എന്നിട്ടാണ് പരിചയപ്പെടുന്നത് ഇല്ല അല്ലേ? ഇല്ല. ഞാൻ അപ്പൊ ഫസ്റ്റ് ചേച്ചിനെ കാണുന്ന ഇതിന്റെ പ്രൊമോയിലാണ്. ഈ സീത, ഇനി സീതയ്ക്ക് പകരം ഈ സീതയാണ്, നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം എന്ന് ഞങ്ങളൊരു പ്രൊമോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചേച്ചിനെ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശരണ്യയുടെ ഏകദേശം ആ ഒരു വയ്യാണ്ട് കടന്ന ലാസ്റ്റ് സ്റ്റേജിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പോയി കണ്ടിരുന്നോ? ആ സമയത്തല്ല ഞാൻ കണ്ടിരുന്നത്, അതിന് കുറച്ച് മുൻപാണ് ചേച്ചിനെ പോയി കണ്ടതും സംസാരിച്ചതൊക്കെ. ചേച്ചിക്ക് ഒരുപാട് വയ്യാണ്ടായിട്ട് പിന്നെ ഞാൻ കാണാൻ പോയിട്ടില്ല. മനസ്സ് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു ഇതായിരുന്നല്ലോ അതെല്ലാം. നമുക്ക് എല്ലാവർക്കും ശരിക്കും നമുക്കതും ഞങ്ങൾ ഒന്നിച്ചൊരു റിയാലിറ്റി ഷോയും ചെയ്തിട്ടുണ്ട്. ഞാനും ശരണ്യേച്ചിയും കൂടെ ഒന്നിച്ചിട്ട് ഒരു റിയാലിറ്റി ഷോയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം. എന്ത് റിയാലിറ്റി ഷോ? ഇവിടെ മലയാളത്തിലൊരു ജോഡി എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ. അപ്പൊ ഞങ്ങള് എന്താ പറയാ, രാവിലെ ആയിരിക്കും ഷൂട്ട്, നൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും ഞങ്ങള് എല്ലാരും കൂടെ പുറത്തൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നിങ്ങൾ തമ്മിൽ വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പം ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ വളരെ പെയിൻ ആയിരുന്നിരിക്കും അല്ലേ? ശരിക്കും എന്താ പറയാ, ഞങ്ങളൊക്കെ പുറമേ നിന്നുള്ള ആൾക്കാരാണ്, എന്നിട്ട് പോലും നമുക്ക് പരിചയമുള്ള ഒരു സെലിബ്രിറ്റിക്ക് ഇങ്ങനെ, സെലിബ്രിറ്റി ഒക്കെ പോട്ടെ, ഒരു വ്യക്തിക്ക് പിന്നീട് ഇങ്ങനെ സംഭവിക്കാന്ന് അറിഞ്ഞപ്പോഴത്തെ ആ ഫോട്ടോസും ഇതും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും എത്രത്തോളം പെയിൻ വന്നു. അത് കണ്ടപ്പോൾ എന്തൊരു വിഷമായി. അപ്പൊ ഇതുപോലെ ഇത്ര സമയം നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു, കളിച്ച് ചിരിച്ചു തമാശ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആ ഒരു പെയിൻ മേഘനയ്ക്കൊക്കെ എന്ത് ഡെപ്തിൽ വന്നിട്ടുണ്ടാവണം. ശരിക്കും ഭയങ്കര ഭയങ്കര വിഷമം, എല്ലാരെയും പോലെ ഭയങ്കര വിഷമം. പിന്നെ ചില കാര്യത്തിൽ നമുക്ക് കൺട്രോൾ ഇല്ലല്ലോ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അതെ, ശരിക്കും അല്ലേ? നമുക്കൊന്നും നമ്മുടെ കാര്യങ്ങളൊന്നും ഒന്നും നമ്മുടെ കയ്യിലില്ല. ജസ്റ്റ് നമ്മള് ചുമ്മാ ജസ്റ്റ് ആ ഒരു ഫ്ലോവിന്റെ കൂടെ അങ്ങ് ഒഴുകി പോവാന്നല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ.